തിരിച്ചിങ്ങനെ വരുമ്പോൾ വായിലൂടെ വായ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുക. വായ തുറന്നു വിടുക. യാതൊരു കാരണവശാലും വായ അടിച്ചു വെക്കരുത്. കാല് അൺക്രോസ് ചെയ്തിരിക്കുക, ക്രോസ് ചെയ്യരുത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ശ്വാസം നന്നായി എടുക്കുക. ശ്വാസം നന്നായി എടുക്കുക. വായിലൂടെ തുറന്ന് ഫ്രീ ആക്കി വിടുക. നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവിനെ അങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന രംഗമാണിത്. യെസ്, വെരി ഗുഡ്. നന്നായി ചെയ്താൽ, നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. നമ്മൾ ഇപ്പോഴുള്ള മായാലോകത്ത് തന്നെ നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, നന്നായിട്ട് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. യെസ്, തീർച്ചയായിട്ടും. യെസ്, മൂക്കിലൂടെ ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് വായിലൂടെ വിട്ടുകൊണ്ടേയിരിക്കുക. വായ തുറന്ന് വിട്ടുകൊണ്ടേയിരിക്കുക. ഒരിക്കലും വായ അടിച്ചു പിടിക്കരുത്, അത് സ്ട്രെസ്സാണ്. നന്നായിട്ട്. യെസ്, വെരി ഗുഡ്. ഡീപ്പായിട്ട് ശ്വാസം മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ. യെസ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ. യെസ്, വെരി ഗുഡ്. നന്നായി പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കുക. യെസ്, വെരി ഗുഡ്. വാവ്, സൂപ്പർ. യെസ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ. യെസ്, അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. യെസ്, വെരി ഗുഡ്. ശ്വാസം മൂക്കിലൂടെ ഇങ്ങനെ എടുത്തിട്ട് യെസ് വായിലൂടെ. യെസ്, വയറിന്റെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് വാവ്, ചെറിയ കുഞ്ഞുങ്ങൾ ശ്വാസം എടുക്കുന്നത് പോലെ. യെസ്, അതിങ്ങനെ വായിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വിടുക. യെസ്, വെരി ഗുഡ്. വാവ്, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് എവിടെ എത്തണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെ എത്തണം, എന്ത് നേടണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഇനി എന്ത് ചെയ്യണം, എന്താ ഇനി ചെയ്യേണ്ടത്, എനിക്ക് എങ്ങനെ ഇനി നല്ല വഴി തിരഞ്ഞെടുക്കാൻ പറ്റുക, ഞാൻ എന്ത് കെട്ട വഴിയിലാണ് കുടുങ്ങി കിടക്കുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത്, നല്ല ലൈഫ് എങ്ങനെ കെട്ടിപ്പടുക, ഇതൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ അതിലേക്ക് നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പോവാണ്. ഓൺലി തിങ്കിങ് അബൌട്ട് യുവർ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷൻ. നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് അല്ല ലൈഫ്. തീർച്ചയായിട്ടും അത് എപ്പോഴും മനസ്സിലാക്കുക. അത് കിട്ടണം, അല്ലെങ്കിൽ മോഹത്തിന്റെ പേരിൽ പോവരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ ലൈഫ് നന്നായി ഇരിക്കാൻ, നിങ്ങളുടെ കുടുംബം നിങ്ങളെ കൂടെ നിൽക്കാൻ, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറക്റ്റ് പർപ്പസാണ് നിങ്ങൾ കാണേണ്ടത്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളൊരു പർപ്പസിനെ നിങ്ങൾ കാണുക. അത് എന്താണോ അത് നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. തീർച്ചയായിട്ടും കുറേ സാധനങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും മനസ്സിൽ. എന്ത് ചെയ്യണം എന്നറിയാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആന്തരിക തലത്തിൽ ഏറ്റവും ഉള്ളിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ നിങ്ങൾ വീണ്ടും ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിട്ടുകൊണ്ടേ ഇരിക്കുക. വീണ്ടും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനങ്ങനെ തെളിഞ്ഞു വരും, ആ സാധനം തെളിഞ്ഞു വരും. അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതിങ്ങനെ വരും, വീണ്ടും ഇത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിലാണ്. തീർച്ചയായിട്ടും. യെസ്, വെരി ഗുഡ്. യെസ്, ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. എത്രയോ കഴിവുകൾ തന്നിട്ടുണ്ട് ദൈവം. ആ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ കഴിവുകളെല്ലാം തന്നിട്ടുള്ളത്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മുന്നേറുക, അതിനു വേണ്ട ഒരു ലക്ഷ്യമാണ് നിങ്ങൾ കാണേണ്ടത്. പല ആളുകൾക്കും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് എന്താണ് കിട്ടേണ്ടത്, ഏറ്റവും മികച്ചതാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പൊസിഷനെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. യെസ്, അതിലേക്ക് മാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. അതിനെ മാത്രം നിങ്ങൾ നോക്കി കാണാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് അത് വരാൻ പോവുകയാണ്. ആ രംഗമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ഉപ്പാക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഏറ്റവും മികച്ചതാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനാണ് നിങ്ങൾ കാണുന്നത്. ചില ആളുകൾക്ക് ജോലിയായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് തീരുന്നതായിരിക്കാം, ഇങ്ങനെ എന്താണോ കാണുന്നത് അതായിരിക്കാം. ആ സന്തോഷത്തിന്റെ നിമിഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എന്നോ ആവാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടാവാൻ പോകുന്ന, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാകാൻ പോകുന്ന നിങ്ങളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് നിൽക്കുന്ന നിങ്ങളല്ല, അതിൽ നിന്ന് നിങ്ങൾ എപ്പോഴും എത്താൻ പോകുന്ന ആളെയാണ് കാണാൻ പോകുന്നത്. ആ പൊസിഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഇനി നിങ്ങൾ ചിന്തിക്കുന്നത്. യെസ്, ആ വലിയ പൊസിഷനിൽ നിന്നുകൊണ്ട്, സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ള രംഗങ്ങളാണ് നിങ്ങൾ ഓരോന്നോരോന്ന് കാണുന്നത്. ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോകുന്നത് കാണുന്നു. യെസ്, വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി ജോലിക്ക് പോകുന്നത് കാണുന്നു. ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടിയിട്ട്
അവിടെ വർക്ക് ചെയ്യുന്നത് കാണുന്നു. അവിടെ ചെന്ന് അവിടുത്തെ എല്ലാ ആളുകളെല്ലാം ഏറ്റവും നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ കാണുന്നു. ഇതെല്ലാം കാണുന്ന ആ പൊസിഷൻ അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശമ്പളം കിട്ടുന്നു. ആ കാശ് കൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം ചെലവഴിക്കുന്നത് കാണുന്നു. അതിൽ നിന്ന് നമ്മൾ സമ്പാദ്യം മാറ്റി വെക്കുന്നത് കാണുന്നു. ഇങ്ങനെ ഓരോ രംഗങ്ങളും ആ സമയത്ത് ഈ സന്തോഷം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ കാരണത്താൽ നമ്മുടെ വീട്ടിലെ ആളുകളെല്ലാം, നമ്മളെ എതിര് നിന്ന ആളുകളെല്ലാം, നമ്മളെ ഇഷ്ടപ്പെടാതിരുന്ന ആളുകളെല്ലാം നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അവരെല്ലാം നമ്മൾക്ക് വേണ്ടി മാറി തുടങ്ങുന്നു. നമ്മൾ മാറിയതിന്റെ കാരണത്താൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയുള്ളതായി മാറുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നു. നമ്മൾ ചിലതിനെല്ലാം ഒഴിവാക്കേണ്ടി വരും. അതിനുവേണ്ടി ചിലതിനെല്ലാം ഒഴിവാക്കേണ്ടി വരും. ചില ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഇതിനൊക്കെ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ആ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഞാനല്ല, എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും നന്നായി, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് മാത്രം, വേറെ ഒന്നും ചിന്തിക്കാതെ യെസ്, ആ ഒരൊറ്റ പൊസിഷനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ കാണാൻ കഴിയും. അവിടെ ഇരിക്കുന്ന നിങ്ങളെയാണ് കാണുന്നത്. ആ പൊസിഷനിൽ നിന്ന് സംസാരിക്കുന്ന നിങ്ങളെയാണ് കാണുന്നത്. ആ ആളെയാണ് കാണുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളല്ല നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് ആളുകൾ തരുന്ന അംഗീകാരമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളെ കുടുംബം തരുന്ന അംഗീകാരമാണ് നിങ്ങൾ കാണുന്നത്. യെസ്, അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിട്ടുകൊണ്ടേയിരിക്കുക. അത് വലിയ പിക്ചറാക്കുക. കറക്റ്റ് ആ ഒരൊറ്റ പൊസിഷനെ വലിയ പിക്ചറാക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വലിയ സ്ക്രീനിൽ അത് വരാൻ പോവാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് വലിയ ചിത്രമാണ്, കളർഫുൾ ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിങ്ങനെ കളർഫുൾ ആയിക്കൊണ്ട് അവിടെ നിങ്ങൾ തിളങ്ങി നിൽക്കുന്ന ആ രംഗം നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിനെ നിങ്ങൾ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളുടെ കണ്ണിന്റെ അടുത്തേക്ക് അതിങ്ങനെ കറങ്ങി യെസ്, നിങ്ങളുടെ കണ്ണിന്റെ അടുത്തേക്ക് അത് നിങ്ങളുടെ നെറ്റിത്തരത്തിൽ മുട്ടുമാറി, മൂക്കിന്റെ ഭാഗത്ത് മുട്ടുമാറി. യെസ്, നിങ്ങൾ അടുത്തേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. യെസ്, റെഡി, 1 2 3 സ്റ്റാർട്ട്. വാവ്, അതിങ്ങനെ ഉള്ളിലേക്ക് കയറാ എനർജി. യെസ്, അത് നിങ്ങൾ ആ പേഴ്സൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാവ്, ശ്വാസം മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ വിട്ടുകൊണ്ടേ ഇരിക്കുക. വീണ്ടും അതേ ചിത്രം, വീണ്ടും ഒന്നും കൂടെ അതേ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. വാവ്, എന്തൊരു ഫീലാണത്. യെസ്, എന്തൊരു രസകരമായ കാഴ്ചയാണത്. യെസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ നേടാൻ കഴിയാത്ത പൊസിഷൻ ഞാൻ നേടി. യെസ്, എനിക്കിതിന് കഴിയുമെന്ന വിശ്വാസം എനിക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും കഴിയുമെന്ന് എനിക്ക് ഉറപ്പായി. യെസ്, ഞാനത് തെളിയിച്ചു കൊടുത്തു. ആ രംഗം നിങ്ങൾ കാണുക. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനെല്ലാം കഴിവുകൾ തന്ന തൻ്റെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. യെസ്, ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് മൈ ഗോഡ്. യെസ്, എൻ്റെ ഈ ഭൂമിയിൽ മോസ്റ്റ് അബാൻഡൻഡ് ആയിട്ടുള്ള നിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നതിന്, യെസ്, എല്ലാ വിഭവങ്ങളും എൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചതിന്, ഇത്രയൊക്കെ കഴിവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന്, ഇതിനെല്ലാം തൻ്റെ ദൈവത്തിനോട്, ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളോട്, പഠിക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങളുടെ രക്ഷിതാക്കളോട്, നിങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിച്ച